ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല അടിപൊളി ചുമന്ന കുറുകുറാ ചാറുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. മീൻകറി മുളകിട്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ദശക്കട്ടിയുള്ള മീനാണ് നല്ലത്. കേര, മോത അങ്ങനെയുള്ള മീനൊക്കെ. ഇതിപ്പോൾ ഞാൻ 3 കിലോ അളവിലുള്ള അളവാണ് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 പുളികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 കിലോയൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു 5 വലിയ പുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആദ്യം തന്നെ മാറ്റി വെക്കണം. പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ടിയുള്ള പൊടികളൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ 1 കിലോ മീൻകറിക്ക് 6 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. അത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അല്ലാത്ത എരിവുള്ള മുളക് പൊടി അങ്ങനെ എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതൊക്കെയാണ് 1 കിലോൻ്റെ അളവിൽ. അതിനകത്തേക്ക് ഈ പുളിവെള്ളം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പുളിവെള്ളം ഒഴിച്ച് ഒരു തിക്കായിട്ടുള്ളൊരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കണം ഈ പൊടികളെല്ലാം. നല്ല തിളച്ച പുളിവെള്ളം തന്നെയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചേക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉലുവ വറുത്ത് മാറ്റി വെക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം ചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ, 1 കിലോ അളവിന്. ഇതിപ്പോൾ ഞാൻ 3 കിലോ അളവിലാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ കടുക്, ആവശ്യത്തിന് കടുക് പൊട്ടിക്കണം. അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് നന്നായിട്ട് മൊരിക്കണം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ആ വേപ്പിലയും മുളകും വറുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൗഡർ കുഴമ്പാക്കി വെച്ചിട്ടില്ലേ, അത് അതിനകത്തേക്കിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത ഉലുവ പൊടിച്ചത് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നേരത്തെ തിളപ്പിച്ച് വെച്ച പുളിവെള്ളത്തിൻ്റെ ബാലൻസ് എടുത്ത് വെച്ചിട്ടില്ല, അതും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് വറ്റിക്കാം. അതൊരു കുറുകുറ പാകമാകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കായംപൊടി 1/2 ടീസ്പൂണോളം കായംപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി സ്മെല്ല് വരും. ഒരു പ്രത്യേക ഒരു ഇതാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പിടാനായിട്ട് നോക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒന്ന് ഇട്ടത് പാകമാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പിടാൻ പറ്റും. അതിനുശേഷം നമ്മളിത് മീൻകറി ഉണ്ടാക്കുന്നത് വേറൊരു പാത്രത്തിലാണ്. ഗ്രേവി ഉണ്ടാക്കിയ മാറ്റി വെച്ച ശേഷം ഒരു വലിയ പാത്രം, അതായത് ഇപ്പം ഞാൻ 3 കിലോ അളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയുമുള്ള മീൻ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. അതായത് ഈ മീൻകറി കേടാവാതെ നമുക്ക് 5 ദിവസം വരെയും സൂക്ഷിക്കാം. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് അതൊന്ന് ചൂടാക്കിയ ശേഷമാണ്. അതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് ആ ഗ്രേവിയുടെ ഹാഫ് പോർഷൻ ഒഴിക്കുക. അതിൻ്റെ മുകളിൽ വേപ്പില വെക്കുക. അതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ചെറുതായിട്ടുള്ള ഈ ഒരു പരുവത്തിലുള്ള മീൻ കഷ്ണങ്ങൾ കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഗ്രേവി ഒഴിച്ചു കൊടുക്കുക അടുത്ത ലെയറായിട്ട്. അതുപോലെ അതിൻ്റെ മുകളിൽ വേപ്പില ഒഴിച്ചു കൊടുക്കുക. വീണ്ടും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ്ലി നമ്മളിത് ഓരോ ലെയറായിട്ട് വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചുമന്ന മീൻകറിയില്ലേ, അതുണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇത് 5 ദിവസം പുറത്ത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാതെ തന്നെ പുറത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് ഇരിക്കുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അത്ര അടിപൊളിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.
ഇതിനകത്ത് ധാരാളം വേപ്പില നമ്മൾ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ലെയറിൽ വേപ്പില ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഒരു 10 to 15 മിനിറ്റ്, അതായത് മീനിൻ്റെ വേവ് അനുസരിച്ച് വറ്റിച്ചെടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കണില്ല. നേരത്തെ ചേർത്ത ആ പുളിവെള്ളം മാത്രമാണ്. പിന്നെ ബാക്കി വരുന്നത് ഇത് അടച്ച് വെക്കുമ്പോഴേക്കും മീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ധാരാളം വരും. ഇത് കുറേ ഇങ്ങനെ ചാറായിട്ടുള്ള ഒരു ഇതല്ല, നല്ല കുറുകിയ തിക്കായിട്ടുള്ള ഒരു ഇതാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മീനൊന്ന് തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പും പുളിയൊക്കെ പരുവാണെന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇത് നമ്മുടെ നോൺ വെജ് ആയിട്ടുള്ള ബൊഫെ ഉണ്ടാവില്ലേ, റൈസ്, അതിൻ്റെയൊക്കെ ഒപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മീൻകറിയാണ്. കല്യാണം അങ്ങനെയുള്ള ഫംഗ്ഷനിലൊക്കെ കാറ്ററിംഗുകാരായിട്ടുള്ള ഒരു ചേട്ടൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ടുണ്ടാക്കിയതാണ്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ആ ചോറിൻ്റെ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.